പശ്ചിമേഷ്യയിലെ യുദ്ധം വ്യാപിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യത കുറവ് ഹോട്ടൽ വ്യവസായത്തെ ബാധിച്ചു തുടങ്ങി. പത്തനംതിട്ട ജില്ലയിലെ 2000-ഓളം ഹോട്ടലുകൾ 2 ദിവസത്തിനുള്ളിൽ അടച്ചിടേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ഹോട്ടൽ വ്യാപാര മേഖലയിലെ ഉടമകൾ വ്യക്തമാക്കി. 1,00,000-ൽ പരം ഹോട്ടലുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് വാണിജ്യാടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട സിലിണ്ടറുകളുടെ അപര്യാപ്തത ഹോട്ടൽ മേഖലയെ വ്യാപിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം ചേരുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പത്തനംതിട്ട ജില്ലയിലെ മുൻ ട്രഷററും വ്യാപാരി വ്യവസായിയുടെ ഇപ്പോഴത്തെ സംഘടന പത്തനംതിട്ട ജില്ലയിലെ നേതാവും കൂടിയായ ശശി ഐസക്കാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഗ്യാസിന് ഒരു 140 രൂപ വില വർദ്ധിപ്പിച്ച് അത് തന്നെ ഞങ്ങൾക്ക് ഒരു അടിയാണ്. അത് ഇങ്ങനെ ക്ഷമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആ സ്ഥിതി തരണം എങ്ങനെയും ചെയ്യാമെന്ന് വന്ന സ്ഥിതി വന്നപ്പോൾ ഗ്യാസ് കിട്ടാനില്ലാത്ത സ്ഥിതി വന്നു. ഇപ്പം കേരളത്തിലുള്ള 3 പൊതുമേഖല പ്ലാന്റുകളുണ്ട്. 3 പൊതുമേഖല പ്ലാന്റുകളും നിറയ്ക്കേണ്ട കൊമേഴ്സ്യൽ സിലിണ്ടർ നിറയ്ക്കേണ്ട ഡൊമസ്റ്റിക് ആവശ്യത്തിനുള്ള സിലിണ്ടർ നിറച്ചാൽ മതി എന്ന് പറഞ്ഞാണ് സർക്കാർ നിർദ്ദേശം കൊടുത്തേക്കുന്നത്. സർക്കാർ അങ്ങനെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ ഗ്യാസ് കിട്ടിയില്ല എങ്കിൽ ഹോട്ടൽ മേഖല ഉൾപ്പെടെ ഗ്യാസിനെ ബന്ധിച്ചു കഴിയുന്ന എല്ലാ സ്ഥാപനങ്ങളും നിന്നുപോകും. അങ്ങനെ നിന്നുപോയാൽ സർക്കാരിന് ഭാരിച്ച GST നഷ്ടവും ഞങ്ങളുടെ ഹോട്ടൽ ഉടമകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പം ബംഗാൾ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഞങ്ങൾക്ക് കൂടുതലുള്ളവർ. അവർ ബംഗാളിൽ തിരിച്ചു വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് തുറക്കണമെന്ന് വിചാരിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് സർക്കാർ ഇടപെട്ട് ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ നിറയ്ക്കുന്ന അതേ ഗൗരവം കണക്കിലെടുത്ത് കൊമേഴ്സ്യൽ സിലിണ്ടർ നിറയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഏജൻസി വഴി ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇല്ല എങ്കിൽ ഈ സ്ഥാപനങ്ങൾ നിന്നുപോയാൽ സർക്കാരിൻ്റെ ധനനഷ്ടം തന്നെയല്ല, ഞങ്ങളുടെ ഉപജീവന മാർഗം കൂടി കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരിനകത്ത് ഇടപെടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പം നമ്മുടെ ജില്ലയിൽ എത്ര ബേക്കറിയും ഹോട്ടലുകളും പ്രവർത്തിക്കുന്നുണ്ട്? ഏകദേശം സംസ്ഥാനം ഒട്ടുക്ക് 1,00,000-ൽ പരം രജിസ്റ്റേർഡ് ഹോട്ടലുകാരുണ്ട്. ഞങ്ങളുടെ സംഘടനയിൽ തന്നെ ജില്ലയിലാണ് 1000-ൽ പരം ഹോട്ടലുകാരുണ്ട്. ഒരു 350 ബേക്കറികളുണ്ട്. പിന്നെ അതുകൂടാതെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ധാരാളം കടകളുണ്ട്. ഇവരെല്ലാം ഗ്യാസ് ബേസ് ചെയ്താണ് ജീവിക്കുന്നത്. ഗ്യാസ് കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും ഒരാൾ പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മറ്റ് ഓൾട്ടർനേറ്റ് മെത്തേഡ് ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ആധുനിക സംവിധാനത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തു തന്നെ തന്നെ ജോലിക്കാർ വിറകോ അങ്ങനെയുള്ള സംവിധാനത്തിൽ നിന്ന് പണിയാൻ താല്പര്യപ്പെടത്തില്ല. പ്രത്യേകിച്ച് നമുക്ക് ഈ പലചരക്ക്, ഇറച്ചി, മീൻ വ്യാപാരം അങ്ങനെ പരോക്ഷമായി അതിനെയൊക്കെ ബാധിക്കത്തില്ലയോ? നമ്മുടെ ഈ ഹോട്ടൽ അടച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖല, ഈവൻ മുട്ട, ചിക്കന്, മത്സ്യമാംസാദികള് ഇവയെല്ലാം കെട്ടിക്കിടക്കും. ആർക്കും വേണ്ട. ഒരു ഹോട്ടലിന് ഒരു സാധാരണ 5 കിലോ 6 കിലോ പോയി കഴിഞ്ഞാൽ 1,00,000 ഹോട്ടലുണ്ട്. അത് 1000 കിലോ വിൽക്കുന്ന കടകളുണ്ട്, അതുപോലെ വിൽക്കുന്ന കടകളുണ്ട്. അങ്ങനെ അത്രയും സാധനങ്ങൾ കെട്ടിക്കിടന്നാൽ സർക്കാരിന്റെ ധനനഷ്ടമാണ് ഏറ്റവും പ്രശ്നം. ഞങ്ങൾക്ക് നഷ്ടം, സർക്കാരിന്റെ നഷ്ടം. ആ നഷ്ടം നികത്താൻ വേണ്ടി സർക്കാർ ഞങ്ങളുടെ നിലനിൽപ്പോടെ ബാധിച്ച് ഗ്യാസിന്റെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് ഞങ്ങൾക്ക് ആവശ്യം. ആശുപത്രിക്ക് സ്കൂളിന് കൊടുക്കുന്ന അതേ പരിഗണന ആശുപത്രിയോട് ചേർന്ന് തന്നെ ഹോട്ടലും ഹോസ്പിറ്റാലിറ്റി ആണെന്ന് കണക്കാക്കി ആ സംവിധാനത്തിലേക്ക് ഞങ്ങളുടെ ഹോട്ടലുകളെ കൂടെ പരിഗണിക്കണമെന്ന് ഞങ്ങളുടെ ആവശ്യം. ഇപ്പൊ നമ്മള് സാധാരണ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വാണിജ്യ സിലിണ്ടർ കിട്ടുന്ന ഒരു ഏർപ്പാടായിരുന്നല്ലോ. ഇപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടൂ എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണ കേസിലെ ഗ്യാസ് സിലിണ്ടർ വണ്ടി കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഒരെണ്ണം ഇറക്കുന്നവർ 2 ഇറക്കുക, പൈസ കൊടുത്ത് ഇറക്കുക. ഡെയിലി അങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്ന, ഡെയിലി സർവീസ് കിട്ടിക്കൊണ്ടിരുന്ന. ഇപ്പോഴാണ് മിനിഞ്ഞാന്ന് പറഞ്ഞു ഇനി ഗ്യാസ് കിട്ടത്തില്ല, ഞങ്ങൾക്ക് റിഫില്ല് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ കുറച്ച് തന്നു, ഇന്ന് മുതൽ ഇല്ല എന്ന് പറഞ്ഞേക്കുക. ഞങ്ങൾക്ക് 1-2 ദിവസത്തേക്കുള്ള സ്റ്റോക്കേ ഉള്ളൂ ഗ്യാസ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അടച്ചിടാനുള്ള സംവിധാനങ്ങളുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.